ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 എന്താണെന്ന് നോക്കാം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. വായുവില്ലാത്ത ലോകം നമ്പ്യാരുടെ തണലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. വാഗ്മയ ചിത്രങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ഈ കവിതാ ഭാഗത്തിന് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ആൻസർ എഴുതാം. തുള്ളൽ ഒരു ദൃശ്യകലയാണ്. കലയ്ക്ക് വേണ്ടി എഴുതിയ കവിതയാണ് അഥവാ പാട്ടാണ് പാഠഭാഗം. ദൃശ്യത്തിന് പ്രാധാന്യം നൽകുന്ന വാഗ്മയ ചിത്രങ്ങളാണ് പാഠഭാഗത്തുള്ളത്. കവിത ആസ്വദിക്കുന്നത് അർത്ഥത്തിൽ ദൃശ്യഭംഗിയിൽ, താളഭംഗിയിൽ, ഈഴത്തിലൊക്കെയാണ്. വായിക്കുമ്പോൾ ആസ്വാദകന്റെ മനസ്സിൽ ആഹ്ലാദം നിറയ്ക്കുന്നുവെങ്കിൽ ആ കവിത ആസ്വാദ്യം തന്നെ. പാഠഭാഗത്തെ എല്ലാ വരികളും ചിരിക്കാനും ചിരിയിലൂടെ ആസ്വദിക്കാനും പാകത്തിലുള്ള തന്നെ. ഉണ്ടിരിക്കുന്നവർ വായും തുറന്നിരിക്കുന്ന രംഗം നമുക്ക് കാണാം. മുണ്ടുടുക്കുന്ന വ്യക്തി 2 കരം കൊണ്ടും മുണ്ടു ഞൊറിഞ്ഞ് നിശ്ചഷ്ടനായി നിൽക്കുന്നത് നമ്മുടെ കൺമുന്നിൽ വരികയാണ്. പാഠഭാഗവും ഏറ്റവും ഹൃദ്യമാക്കുന്നതും ഈ ദൃശ്യഭംഗി തന്നെ. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക, ഇതുപോലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കടങ്കഥാ വ്യാഖ്യാനമാണ്. പെട്ടെന്ന് ഉത്തരം പറയാനാവാത്തതും രഹസ്യമായ അർത്ഥതലങ്ങളുള്ളതുമായ ചെറിയ ചോദ്യങ്ങളാണ് കടങ്കഥകൾ. നിങ്ങൾക്ക് ധാരാളം കടങ്കഥകൾ അറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കടങ്കഥ എഴുതി വ്യാഖ്യാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കടങ്കഥ എഴുതിയിട്ട് വ്യാഖ്യാനിച്ചാൽ മതി. ഇവിടെ കൊടുക്കുന്നത് ആടുകേറാമല, ആന കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. എൻ്റെ ആശയം എന്താണ്? ആന കേറാമല എന്ന കടങ്കഥ ആനകൾ കയറാത്ത മലയിൽ, ആടുകൾ കയറാത്ത മലയിൽ 1000 കാന്താരികൾ പൂത്തിറങ്ങിയതുപോലെ ശോഭിക്കുന്നു എന്നതാണ്. നക്ഷത്രങ്ങൾ എന്ന ഉത്തരം വ്യക്തം. കാന്താരിപ്പൂവും നക്ഷത്രവും തമ്മിലുള്ള സാദൃശ്യമാണ് കടങ്കഥയ്ക്ക് ആശയം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കടങ്കഥ എഴുതി വ്യാഖ്യാനിച്ച് എഴുതുക. ഓക്കെ, ദെൻ പ്രവർത്തനം 3 വിശകലനം ചെയ്യുക. മഞ്ഞിൻ തൊപ്പിയിട്ട മരത്തിൻ്റെ പച്ചയുടുപ്പിട്ട അരുവി കൊണ്ട് അരഞ്ഞാണമിട്ട പൂക്കളാൽ വിരിപ്പിട്ട കാശ്മീരെ, നിന്നെ ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ. കാശ്മീർ കണ്ട ദിവസം ഒരു കുട്ടി എഴുതിയ കവിതയാണത്. ഈ കുറിപ്പിൽ നിങ്ങൾ കാശ്മീർ കാണുന്നില്ലേ? കാശ്മീരിനെ ഉമ്മ വയ്ക്കാൻ കുട്ടി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാവാം? വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? അതെ, കാശ്മീരിൻ്റെ പ്രകൃതി സൗന്ദര്യം നടന്നു കണ്ട് ആസ്വദിച്ചൊരു കുട്ടി എഴുതിയ വരികളാണിത്. മഞ്ഞിൻ്റെ തൊപ്പിയണിഞ്ഞ മാമരങ്ങളുടെ പച്ച ഉടുപ്പിട്ട് അരുവി കൊണ്ട് അരഞ്ഞാണമിട്ട് സുന്ദരിയായ കാശ്മീർ അവൾക്ക് വിശ്രമിക്കാൻ പൂക്കളാൽ വിരിച്ചിട്ടിരിക്കുന്നു. കുട്ടി പറയുന്നു, കാശ്മീരെ, ഞാൻ നിന്നെ ഒന്ന് ഉമ്മ വെച്ചുകൊള്ളട്ടെ. കാശ്മീർ അടുത്തു കണ്ട ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ എഴുതാനാവൂ. കൊടുമുടികൾ മഞ്ഞിൽ തൊപ്പിയണിഞ്ഞു നിൽക്കുന്നു. താഴ്വരയാകെ പച്ചമരങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ചെറിയ അരുവികൾ കൊണ്ട് മനോഹരമാണ് താഴ്വരകൾ. ഇങ്ങനെയുള്ള ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. വളർത്തുമൃഗങ്ങളും അവയെ പോറ്റുന്ന കർഷകരും എല്ലാമുള്ള അതിസുന്ദര പ്രദേശം. അതുകൊണ്ടാണ് കുട്ടി കാശ്മീരിനെ ഉമ്മ വയ്ക്കാൻ ആഗ്രഹിച്ചത്. ഓക്കെ കൂട്ടുകാർ, ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. പ്രവർത്തനം 4 എന്താണ്? കത്ത് തയ്യാറാക്കാനാണല്ലേ. സ്കൂൾ ലൈബ്രറിയിൽ നിന്നും നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു യാത്രാ വിവരണത്തെക്കുറിച്ച് സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വായിച്ചിട്ടുണ്ടാവില്ലേ? ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് ബുക്കുകൾ വായിക്കാറുണ്ടല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു യാത്രാ വിവരണത്തിനെ കുറിച്ച് സുഹൃത്തിന് കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കത്ത് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? സ്ഥലം എഴുതണം, തീയതി. ഫ്രണ്ടിന് എഴുതുന്ന കത്തല്ലേ, നമുക്ക് എന്ത് എഴുതാം? യെസ്, പ്രിയ സുഹൃത്തേ, നീ അയച്ച കത്ത് കിട്ടി. നിനക്ക് സുഖമാണെന്നറിഞ്ഞതിൽ സന്തോഷം. എനിക്ക് സുഖം തന്നെ. അച്ഛനും അമ്മയ്ക്കും സുഖമാണ്. നിന്റെ അച്ഛനും അമ്മയ്ക്കും സുഖമാണല്ലോ. പിന്നെ ഞാൻ ഈ കത്ത് എഴുതുന്നത് നീ ഒരു കാര്യം ചോദിച്ചതിന് മറുപടിയായിട്ടാണ്. ഞാൻ വായനാശാലയിൽ നിന്നും SK പൊറ്റക്കാടിൻ്റെ ബാലിദ്വീപ് എന്ന യാത്രാ വിവരണ ഗ്രന്ഥം വായിച്ചു. എന്തു രസകരമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 1958 അദ്ദേഹം ബാലി ദ്വീപ് സന്ദർശിച്ചത്. ബാലി ദ്വീപിനെ കുറിച്ചും അവിടുത്തെ ജനതയെക്കുറിച്ചും രസകരമായ അവരുടെ ജീവിത രീതിയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ആകെ 30 അധ്യായങ്ങളാണ് പുസ്തകത്തിനുള്ളത്. ഈ യാത്രാ വിവരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ നാടിന് കേരളത്തോടുള്ള സാമ്യമാണ്. തെങ്ങുകളും വാഴകളും പൂക്കളും കേരളത്തിലുള്ള തന്നെയാണ് അവിടെയും. ഗ്രന്ഥകാരൻ നന്നായി വിവരിക്കുന്നുണ്ട്. കേരളം പോലെ തന്നെ ധാരാളം കൈത്തൊഴിലെടുക്കുന്നവർ ബാലിയിലുമുണ്ട്. കേരളത്തിലെ കാവടിയാടും പോലെ ഒരു നൃത്തം അവിടെയുണ്ട്. ബറോസ് എന്നാണ് അതിൻ്റെ പേര്. ജാവ ദ്വീപിൽ നിന്നും കപ്പൽ വഴിയാണ് അദ്ദേഹം ബാലി ദ്വീപിലെത്തിയത്. ഞാൻ ഇത്രയും വിസ്തരിച്ചു പറഞ്ഞത് ഈ പുസ്തകം നീയും വായിക്കാനാണ്. വായിച്ചിട്ട് എനിക്ക് എഴുതുമല്ലോ. സ്നേഹപൂർവ്വം നിൻ്റെ സുഹൃത്ത്. പേരെന്നുള്ളിടത്ത് യെസ് നിങ്ങളുടെ പേരും എഴുതുക. ഓക്കെ,
അപ്പോൾ ഇതുപോലൊരു കത്ത് കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് നോക്കൂ, പ്രവർത്തനം 5 ലഘു ഉപന്യാസം തയ്യാറാക്കാം. മണ്ണിൻ്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡെയ്സി ചെടി എന്നീ പാഠങ്ങൾ പഠിച്ചല്ലോ. ഇവയെ അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന തലക്കെട്ടിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് പ്രകൃതിയെ ആശ്രയിച്ചാണ്. എല്ലാ ജീവികൾക്കും ആവശ്യമായ ഭക്ഷണവും വെള്ളവും പ്രകൃതിയാകുന്ന അമ്മയാണ് നൽകുന്നത്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ പുഷ്പങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ പുഷ്പങ്ങൾ മണ്ണിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം മണ്ണിൻ്റെ ഓമ്പൽ കിനാക്കളും ജീവൻ്റെ പ്രതീക്ഷകളുമാണ്. വേനൽ ചൂടിൽ കരിഞ്ഞു നിൽക്കുന്ന കാടിന് ആശ്വാസം പകർന്ന് മഴ കടന്നു വരുന്നു. മരങ്ങളിൽ, ഇലകളിൽ, മണ്ണിൽ, പുഴയിൽ, ജീവികളിൽ സന്തോഷം പകരുന്ന മഴ. പ്രകൃതിയിലുള്ള ഐക്യം നമുക്കിവിടെ കാണാൻ കഴിയും. എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് നിന്ന് മഴ ആസ്വദിക്കുകയാണ്. പരസ്പര സ്നേഹത്തിൻ്റെ ആഴം ഡെയ്സി ചെടി എന്ന കഥയിൽ നമുക്ക് കാണാൻ കഴിയും. ഇക്കാര്യം കഥാകൃത്ത് ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്നു. സൂര്യൻ പ്രകാശം ചൊരിഞ്ഞും കാറ്റ് ഉമ്മ നൽകിയും ഡെയ്സി ചെടിയെ താലോലിക്കുന്നു, വളർത്തുന്നു. നിറവും വലുപ്പമുള്ള ചെടികൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരുടെയും ശ്രദ്ധയിൽ വരാതെ ആ ചെടി വേലിക്കരികിൽ ഒതുങ്ങി നിൽക്കുന്നു. വലിയവരെ മാത്രമല്ല, ചെറുതിനെ പോലും പ്രകൃതി സംരക്ഷിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് മരിക്കുന്ന വാനമ്പാടിക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകാൻ ഡെയ്സി ചെടിക്ക് കഴിയുന്നുണ്ട്. ഇങ്ങനെ പരസ്പര സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും പാഠങ്ങളാണ് പ്രകൃതി നമുക്ക് പകർന്നു നൽകുന്നത്. വലിപ്പ ചെറുപ്പ വ്യത്യാസം പ്രകൃതിയാകുന്ന അമ്മയ്ക്കില്ല. പ്രകൃതിയിലെ ജീവജാലങ്ങൾ ഇല്ലാതായതിനു ശേഷം വിലപിച്ചതുകൊണ്ട് കാര്യമില്ല. നഷ്ടമാകാതിരിക്കാനുള്ള മുൻകരുതലുകളും പ്രവർത്തനങ്ങളുമാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ഉപന്യാസം കൂട്ടുകാരൻ തയ്യാറാക്കുമല്ലോ. ഓക്കെ, ഇതിന് പ്രവർത്തനം 6 നോക്കാം. ആലീസിൻ്റെ അത്ഭുത ലോകം പോലെ മണ്ണിനടിയിലെ ലോകം എന്ന് ശാസ്ത്രജ്ഞർ തോന്നാൻ കാരണമെന്ത്? വിശദമാകുക. എന്താണ് കാരണം? അതെ, മണ്ണിനടിയിലെ ലോകം എന്താണ്? അത്ഭുത ലോകമാണല്ലേ, ഇരുട്ടിൻ്റെ ലോകമാണ്. ഇരുട്ടിൽ ഇര തേടുന്നവരുടെ ലോകം, ഇരുട്ടിൽ കൃഷി ചെയ്യുന്നവരുടെ ലോകം. ഇലകളാണ് അവിടുത്തെ വിശാല പാടങ്ങൾ. കുമിളുകൾ കാടുകളായി വളർന്നിരിക്കുന്നു. മൺതരികൾക്കിടയിലൂടെ വലിയ ഹൈവേകൾ തീർത്തിരിക്കുന്നു. അവിടെ ആരെയും അമ്പരപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞ് വിത്തുകളെപ്പോലെ രൂപം മാറി ജീവികളെ പറ്റിക്കുന്നു. ചെറിയ വിത്തുകൾ വണ്ടുകളുടെ രൂപത്തിലിരുന്നു മിമിക്രി കാണിക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് മണ്ണിനടിയിലെ ലോകം അത്ഭുത ലോകമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് അത്ഭുത ലോകമെന്ന് പറയാനുള്ള കാരണം മനസ്സിലായല്ലോ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.